ഹലോ ഫ്രണ്ട്സ്, ലോലീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിളും വളരെ ടേസ്റ്റിയുമായ ഒരു ടൊമാറ്റോ എഗ് കറിയാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: തക്കാളി ചെറുതായി അരിഞ്ഞത് 5 എണ്ണം, ഒരു ചെറിയ സവോള നീളത്തിൽ അരിഞ്ഞത്, പച്ചമുളക് 4 എണ്ണം, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് 5 അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയ ശേഷം ചെറുതായി അരിഞ്ഞ ഇഞ്ചി ഇടുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് ചെറുതായി വഴന്നു വരുമ്പോഴേക്കും അതിലോട്ട് നമുക്ക് പച്ചമുളക്, സവോള എന്നിവ ചേർത്തിട്ട് വഴറ്റിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇടുക. കൂടെ കറിവേപ്പില ചേർക്കുക. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് വഴന്നു വരുമ്പോഴേക്കും നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മൂടി വെച്ച് വേവിക്കുന്നത്. ഇപ്പോൾ 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നെടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർക്കുക. ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായി ഇളക്കിയെടുക്കുക. ഇനി ഇതിൻ്റെ ഗ്രേവി ഒന്ന് നന്നായി കുറുകി കിട്ടുന്നത് വരെ ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ എഗ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.